കർക്കിടകത്തിലെ അമാവാസി നാൾ കണ്ണെത്താത്ത ലോകത്തു നിന്നും പേരറിയാത്ത ആ ലോകത്തു നിന്നും കാകരൂപത്തിൽ നമ്മെ തേടി അവരെത്തുന്ന ആ ദിവസം. പോകാം കഥയിലേക്ക്. വാവ്. മഴവെള്ളം ചിതറിത്തെറിപ്പിച്ച് കാർ മുന്നോട്ട് കുതിച്ചു. ഇനി എത്ര ദൂരം പോകണമെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്തൊരു സ്ഥലം. അമ്മ എങ്ങനെയാണോ ഈ സ്ഥലം കണ്ടുപിടിച്ചത്? ഏതോ ജ്യോത്സ്യം പറഞ്ഞാണത്രേ. ഓരോ അന്ധവിശ്വാസങ്ങൾ. ഇനി ഇതനുസരിച്ചില്ലെങ്കിൽ അമ്മ കരയാൻ തുടങ്ങും. തൻ്റെ കൂടെ വരാൻ കുറേയേറെ വാശി പിടിച്ചു. ഈ തണുപ്പ് സഹിച്ച് കൂടെ പോരണ്ടെന്ന് കുറേയേറെ പറഞ്ഞതിന് ശേഷമാണ് അമ്മ പിന്തിരിഞ്ഞത്. 2 വർഷമായി ഈ ദുരിതം. ഒരുപാട് ക്ഷേത്രങ്ങൾ കയറിയിറങ്ങി. അച്ഛന് മോക്ഷം കിട്ടാനാണത്രേ. ഓരോ ജ്യോത്സ്യന്മാർക്ക് ഓരോന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. താൻ വേണം പുറകെ നടക്കാൻ. വീടിനടുത്തുള്ള ക്ഷേത്രക്കടവിലാണ് കഴിഞ്ഞ വർഷം ബലിതർപ്പണം നടത്തിയത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് പോരാഞ്ഞിട്ടാണ് ഇനി പുതിയ പരീക്ഷണം. മലമുകളിലുള്ള ഏതോ ശിവക്ഷേത്രത്തിൽ ചെന്ന് ബലിയിട്ടാലേ ശരിയാവുള്ളൂ അത്രേ. ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തിനാ ഇങ്ങനൊരു ചടങ്ങ്? തനിക്കിതിലൊന്നും യാതൊരു വിശ്വാസവുമില്ല. അമ്മയുടെ നിർബന്ധം. കാലം ഇത്ര പുരോഗമിച്ച സമയത്തും ആവശ്യമില്ലാത്ത ഓരോ ആചാരങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താൻ. അമർഷത്തോടെ അയാൾ സ്റ്റിയറിംഗ് വീലിൽ കൈകൊണ്ടിടിച്ചു. റോഡിൽ ഇരുവശവും മരങ്ങളാണ്. വഴിയിലെങ്ങും ആരെയും കാണാനില്ല. ഈ തണുപ്പിൽ ആരെ കാണാൻ? അയാൾ മൊബൈൽ കയ്യിലെടുത്ത് സമയം നോക്കി. 12:55. ഈ തണുപ്പിൽ ഇനി പോയി വെള്ളത്തിൽ മുങ്ങണം. വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെയാണ് ക്ഷേത്രത്തിലെ സമയമെന്ന് ജ്യോത്സ്യം പറഞ്ഞു പോലും. അതുകൊണ്ട് വീട്ടിൽ നിന്നും രാത്രിയിൽ പുറപ്പെട്ടതാണ്. ഇന്നലെ മുതൽ പട്ടിണിയാണ്. ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ അത്രേ. അതുകൊണ്ടെന്താ, നല്ലൊരു ബിരിയാണി നഷ്ടപ്പെട്ടു. ഇന്നലെ ഓഫീസിൽ റിട്ടയർ ആകുന്ന ജോസഫ് സാറിൻ്റെ പാർട്ടിയിൽ വെറുതെ നോക്കിയിരിക്കേണ്ടി വന്നു. കൂട്ടുകാരെല്ലാം ആഘോഷിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. കുറേ പേർ തന്നെ പരിഹസിച്ചു. ഒരു സ്മോൾ അടിക്കാൻ പോലും പറ്റിയില്ല. ഈ ആത്മാവിന് ചോറ് കൊടുക്കുന്നതിന് നമ്മളെന്തിനാ പട്ടിണി കിടക്കുന്നത്? എന്തൊക്കെയാണോ എന്തോ. അങ്ങിങ്ങായി വഴിവിളക്കുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഇവിടെയെങ്ങും മനുഷ്യവാസം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി താനായിട്ട് അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാതിരിക്കണ്ട. അയാൾ ആക്സിലേറ്റർ അമർത്തി. കാർ മുന്നോട്ട് കുതിച്ചു. കുറച്ചു ദൂരം കൂടി സഞ്ചരിച്ചപ്പോൾ അകലെയായി ഒരു ചെറിയ വെളിച്ചം അയാൾ കണ്ടു. അതിന് മറുവശത്തായി ഒരു ഇലക്ട്രിക് പോസ്റ്റുണ്ട്. അതിൽ നിന്നും ബൾബിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഓലമേഞ്ഞ കുടിൽ പോലെ എന്തോ ഒന്ന്. അതിനുള്ളിൽ നിന്നും പുക ഉയരുന്നുണ്ട്. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ വ്യക്തമായി കാണാം. ടീ ഷോപ്പ് എന്നെഴുതിയ ഒരു ബോർഡ്. സന്തോഷം. ഒരു മനുഷ്യജീവിയെങ്കിലും ഈ സമയത്ത് ഉണർന്നിരിപ്പുണ്ടല്ലോ. ചായ കുടിച്ചാൽ ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തോ. എന്ത് ആചാരം തെറ്റിയാലും ഇനി ഒരു ചായ കുടിച്ചിട്ട് മുന്നോട്ടുള്ളൂ. കടയുടെ മുൻപിൽ കാർ ഒതുക്കി നിർത്തി. കടയ്ക്കുള്ളിൽ നിന്നും തലയിൽ തോർത്ത് കെട്ടിയ ഒരാൾ ഇറങ്ങി വന്നു. സൈഡ് ഗ്ലാസ് താഴ്ത്തി അയാൾ ചോദിച്ചു, ഒരു ചായ കിട്ടുമോ? ഇറങ്ങി വാ സാറേ, ചായ തരാം. അയാൾ കടയുടെ മുമ്പിലെ ഓലമറ ഉയർത്തി. വിജയകൃഷ്ണൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. സാറേ,
ഇവിടെ ഇരിക്കാം. ഒരു പഴയ ബെഞ്ച് കടയുടെ പുറത്തേക്ക് എടുത്തിട്ട് കടക്കാരൻ അയാളെ ക്ഷണിച്ചു. വേണ്ട, വേഗം ചായ എടുക്ക്. വെള്ളം തിളയ്ക്കുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ ക്ഷമിക്കണേ. ആ. ഉഫ്. കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കി പാൻസിൻ്റെ പോക്കറ്റിലേക്ക് അയാൾ തിരികെ. ഈ അമ്പലക്കുന്ന് ഇവിടെ അടുത്താണോ? അതെ സാറേ, ഇനിയൊരു 10 കിലോമീറ്റർ ഉണ്ട്. നല്ല വഴിയാ. സാറ് ബലിയിടാൻ വന്നതാ? അതെ. ഇന്നിവിടെ വിശേഷ ദിവസമല്ലേ, അതാ ഞാൻ നേരത്തെ തുറന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ വരുമോ? ഏയ്, ആളുകളൊക്കെ കുറവാ. സാറ് എവിടുന്നാ? കുറേ ദൂരെന്നാ. ഏലൂർ. എന്തേ? ഇതത്ര അറിയപ്പെടുന്ന സ്ഥലമൊന്നുമല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ശരിയാ, ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ കുറേ ചുറ്റിക്കറങ്ങി. അയാൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. നല്ല തണുപ്പുണ്ടല്ലേ സാറേ? ഒരെണ്ണം ഉണ്ടാവുമോ? കയ്യിലുണ്ടായിരുന്നു, തീർന്നു. പിന്നെന്താ? സിഗരറ്റ് പാക്കറ്റ് അയാളുടെ നേരെ നീട്ടി. വലിയ ഉപകാരം. നനഞ്ഞ കൈ അയാൾ മുണ്ടിൽ തുടച്ച് അത് വാങ്ങി. അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ചെവിയുടെ പിന്നിൽ തിരുകി. എന്നിട്ട് ചൂട് കട്ടൻ ചായ ഗ്ലാസ്സിലേക്ക് പകർന്നു. വിജയകൃഷ്ണൻ അത് കൈനീട്ടി വാങ്ങി മെല്ലെ കുടിച്ചിറക്കി. നല്ല ചായ. ഓ, കടക്കാരൻ വിനയാന്വിതനായി. എപ്പോഴാണ് അവിടെ ചടങ്ങൊക്കെ തുടങ്ങുന്നത്? 3 മണിക്കെന്നാ പറഞ്ഞു കേട്ടത്. അവിടെ ചടങ്ങൊക്കെ നേരത്തെ തുടങ്ങും. നേരം പുലരുമ്പോൾ അവസാനിക്കും. അത്രയ്ക്ക് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. നേരത്തെ പോയാൽ നേരത്തെ പോരാ. പിന്നെ സാറേ, അങ്ങോട്ട് വണ്ടി പോവില്ല കേട്ടോ. അതെന്താ? ഈ അമ്പലം ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതിൻ്റെ അപ്പുറത്തെ ചെരുവിലൊരു പുഴയുണ്ട്. ആ കടവിലാ ചടങ്ങൊക്കെ നടക്കുക. അയാൾ ചായ ഗ്ലാസ് കാലിയാക്കി. എത്രയായി? 10 രൂപ. 20 രൂപ അയാൾക്ക് നേരെ നീട്ടിയപ്പോൾ അയാൾ തല ചൊറിഞ്ഞു. ചില്ലറയില്ല സാറേ. സാരല്ല, അതിരുന്നോട്ടെ. ഇത്ര രാവിലെ ഒരു ചായ ഇട്ട് കിട്ടിയതല്ലേ. ഒഴിഞ്ഞ ഗ്ലാസ് ബെഞ്ചിൽ വെച്ച് കടക്കാരനോട് യാത്ര പറഞ്ഞു അയാൾ കാറിൽ കയറി. ഇനിയും 10 കിലോമീറ്റർ ഉണ്ട്. ഉള്ളിലേക്ക് പോകുന്തോറും വഴിയിലുള്ള വെളിച്ചം കുറവാണ്. മഞ്ഞു മൂടിക്കിടക്കുന്നു. ബ്രൈറ്റ് ലൈറ്റ് മഞ്ഞിനെ തുളച്ച് കടന്നുപോയി. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ ദൂരെ ഒരു ചുവന്ന വെളിച്ചം കാണും. അയാൾ അതിനടുത്തെത്തി. അവിടെയെല്ലാം കുരുത്തോലകൾ തൂക്കി അലങ്കരിച്ചിരിക്കുന്നു. ചുവന്ന വെളിച്ചം കാണിക്കവഞ്ചിയിലേതാണ്. നീല നിറത്തിലുള്ള ഒരു ബോർഡിൽ വെളുത്ത അക്ഷരങ്ങളിൽ എഴുതിയത് അയാൾ വായിച്ചെടുത്തു. അമ്പലക്കുന്ന് മഹാദേവ ക്ഷേത്രം. ഓ, അവസാനം താൻ കണ്ടുപിടിച്ചു. ഇവിടെയെങ്ങും ഒരു മനുഷ്യനില്ലേ? കാർ ഒരു വശത്തേക്ക് ചേർത്ത് പാർക്ക് ചെയ്തു. കാറിൻ്റെ ഡാഷ്ബോർഡ് തുറന്ന് അതിൽ നിന്നും അമ്മ നൽകിയ ചെറിയൊരു കടലാസ് പൊതി അയാൾ പുറത്തെടുത്തു. കാണിക്കയിടാൻ അമ്മ നൽകിയ നാണയത്തുട്ടുകളാണത്. അത് അയാൾ കാണിക്കയിൽ നിക്ഷേപിച്ചു. ഈറൻ മാറാനുള്ള മുണ്ടും തോർത്തുമടങ്ങിയ കവറെടുത്ത് ഡോർ ലോക്ക് ചെയ്തു. ചുറ്റും കനത്ത നിശബ്ദതയാണ്. മൊബൈലിൽ സമയം 1:45. ചെറിയൊരു കുന്നിൻ പ്രദേശം. അതിന് മുകളിലേക്ക് അധികം വീതിയില്ലാത്തൊരു വഴിയുണ്ട്. അത് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അതിന് ഇരുവശവും ചെറിയ ട്യൂബ് ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ട്. അയാൾ കുന്നിൻ മുകളിലേക്ക് നടന്നു. ദൂരെ എരിഞ്ഞു നിൽക്കുന്ന ഒരു കൽവിളക്ക് കാണാം. പോകുന്ന വഴി ഇരുവശങ്ങളിലും മരങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ഏതൊക്കെയോ പക്ഷികളുടെയോ ജീവികളുടെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇരുണ്ട നിറത്തിൽ ആകാശം പരന്നു കിടക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കറുത്ത നിറത്തിൽ വരച്ചെടുത്ത ചിത്രം പോലെ
ക്ഷേത്രത്തിന്റെ മുഖപ്പ് കാണാം. സ്വച്ഛമായ അന്തരീക്ഷം. അവിടെ നിന്നും പഞ്ചാക്ഷര മന്ത്രം കേൾക്കുന്നുണ്ട്. തണുപ്പ് കൂടി കൂടി വരുന്നു. അയാൾ ക്ഷേത്രത്തിന് മുമ്പിലെത്തി. കൽവിളക്കിനോട് അടുത്തു നിന്ന് തൊഴുതു. അവിടെയെങ്ങും ആരെയും കാണാനില്ല. കൽവിളക്കിൽ അണഞ്ഞു തുടങ്ങിയ ഏതാനും തിരികൾ അയാൾ കൊളുത്തിവെച്ചു. കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് നീണ്ടുകിടക്കുന്ന വഴിയിൽ ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ട്. അവിടെയായിരിക്കും ചടങ്ങുകൾ നടക്കുക. ആ വഴിയിലേക്ക് അയാൾ തിരിഞ്ഞു. പിന്നിൽ നിന്നാണ് ചോദ്യം. അയാൾ തിരിഞ്ഞു നോക്കി. ശാന്തിക്കാരനാണ്. തർപ്പണത്തിന് വന്നതായിരിക്കും അല്ലേ? അതെ. 3 മണി കഴിയും. ആളുകൾ എത്തുന്നതേ ഉള്ളൂ. ഈ സ്ഥലത്ത് ഞാൻ ആദ്യമാണ്. അതുകൊണ്ടാ നേരത്തെ വന്നേ ഉള്ളൂ. എവിടുന്നാ? കുറച്ച് ദൂരെയാ. ഏലൂര്. അതിനെന്താ, നിങ്ങളെക്കാൾ മുമ്പ് വന്നവരുണ്ട്. ഈ വഴി താഴേക്ക് പോയാൽ പുഴക്കടവുണ്ട്. അവിടെയാണ് ബലിതർപ്പണം നടക്കുക. ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ അവിടെ ആൽത്തറയിലിരിക്കാം. നല്ല മഞ്ഞുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ടാവും. ഞാൻ ആൽത്തറയിലിരുന്നോളാം. ആ, നിങ്ങളുടെ ഇഷ്ടം. ശാന്തിക്കാരൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. അയാൾ ആലിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. കുറച്ചകലെയായി ആകാശം മുട്ടെ ഉയരത്തിൽ വലിയൊരു അരയാൽ ക്ഷേത്രത്തിന് മുന്നിൽ പടർന്നു നിൽപ്പുണ്ട്. ആൽത്തറയ്ക്ക് അടുത്തെത്തി. താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരാൾ അവിടെ കിടപ്പുണ്ട്. ചുവടുകളുടെ ശബ്ദം കേട്ട് അയാൾ തലയുയർത്തി നോക്കി. വിജയകൃഷ്ണൻ ചെറുതായി പുഞ്ചിരിച്ചു. അയാളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ല. അയാൾ ബാഗ് തലയണയാക്കി തല തോർത്തുകൊണ്ട് മൂടി മറുവശത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഇയാൾ എന്ത് മനുഷ്യന്? വിജയകൃഷ്ണന് അയാളുടെ ഭാവം കണ്ടപ്പോൾ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. അയാൾ ആൽത്തറ വലം വെച്ച് മറുഭാഗത്തെത്തി. ഒരു കൊച്ചു പയ്യൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു 10-12 വയസ്സ് തോന്നുകയും. ഏതോ തുണിക്കടയുടെ പരസ്യം പതിച്ച കവർ അവൻ്റെ തലയ്ക്ക് ചുവട്ടിൽ വെച്ചിട്ടുണ്ട്. പുതച്ചു മൂടിയാണ് കിടപ്പ്. സുഖനിദ്ര. അയാൾ അവനടുത്തായിരുന്നു. നേരം വെളുക്കാൻ ഇനിയും കുറേ സമയമുണ്ട്. തലയ്ക്ക് മുകളിൽ പടർന്നു നിൽക്കുന്ന മരത്തിലേക്ക് അയാൾ നോക്കി. ഇലകൾ ഇരുട്ടു നിറഞ്ഞ ആകാശത്തിൽ മങ്ങിയ നിഴൽ ചിത്രങ്ങൾ നിർമ്മിച്ചു. ആലിലകളുടെ ചലനം കാണാൻ നല്ല രസമുണ്ട്. മേഘങ്ങളുടെ ഇടയിൽ അവ നൃത്തം ചെയ്യുന്നത് പോലെ. നല്ല ഭംഗിയുള്ള സ്ഥലം. ദൂരെ നിന്നും ഏതൊക്കെയോ പക്ഷികളുടെ ശബ്ദം കേൾക്കാം. കയ്യിൽ കരുതിയ കവർ ആലിൻ്റെ ചുവട്ടിൽ വെച്ച് അയാൾ ആൽത്തറയിൽ നിന്നിറങ്ങി മെല്ലെ മുന്നോട്ട് നടന്നു. ശബ്ദം കേട്ട് തോർത്തു പുതച്ച താടിക്കാരൻ തലയുയർത്തി നോക്കുന്നുണ്ട്. ഇയാളെന്താ ഇങ്ങനെ? മിണ്ടൂല്ലേ? ഇയാൾക്കൊന്ന് ചിരിച്ചാലെന്ത്? വിജയകൃഷ്ണൻ കുന്നിൻ ചെരുവിൽ നിന്ന് താഴേക്ക് നോക്കി. വളഞ്ഞു പുളഞ്ഞ് താഴേക്ക് കിടക്കുന്ന വഴി. അതിനൊടുവിൽ താഴ്വാരത്ത് ശാന്തമായി ഒഴുകുന്ന പുഴ. പുഴയുടെ മുകളിൽ പുതപ്പ് പോലെ നേർത്ത മഞ്ഞുണ്ട്. വഴിയുടെ വശങ്ങളിലായി തെളിഞ്ഞു നിൽക്കുന്ന വൈദ്യുതി വിളക്കുകളുടെ വെളിച്ചത്തിൽ വഴി അവസാനിക്കുന്നിടത്തെ പടിക്കെട്ടുകൾ ദൂരെ നിന്നും കാണാം. അയാൾ അതുവഴി ഇറങ്ങി താഴേക്ക് നടന്നു. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചതിന് നഷ്ടമൊന്നുമില്ല. നല്ല സുന്ദരമായ സ്ഥലം. എന്തോ മനസ്സിനൊരു സുഖം. തണുത്ത കാറ്റിനെ ആസ്വദിച്ച് അയാൾ താഴ്വാരത്തേക്ക് നടന്നു. പുഴക്കരയിലേക്ക് എത്തുംതോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. വീതിയിൽ പടവുകൾ പുഴയിലേക്ക് ഇറങ്ങിയ നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനിരുവശവും മറയായി ചെറിയ മതിലുകളുണ്ട്. അവിടെ കമ്പുകൾ കുത്തി ഉയർത്തി കുരുത്തോലകൾ തൂക്കി മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. പുഴയുടെ മറുകര ഇരുളിൽ മുങ്ങിക്കിടക്കുകയാണ്. പടവിലെ മതിലിൽ കുറച്ചുനേരം ഇരിക്കാൻ അയാൾ അവിടേക്ക് നടന്നു. ദൂരെ നിന്നും പടവുകളിലേക്ക് ചിതറി വീഴുന്ന
മങ്ങിയ വെളിച്ചത്തിൽ ഒരു നിഴൽ അയാൾ കണ്ടു. അവിടെ ആരോ ഉണ്ട്. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ വ്യക്തമായി കാണാം. പടവുകളിൽ പുഴയിലേക്ക് നോക്കി ഒരാൾ ഇരിക്കുന്നു. വിജയകൃഷ്ണൻ മൊബൈലിന്റെ ടോർച്ച് തെളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കി. ആരാത്? കണ്ണ് തെരിക്കുന്നു. ഭയങ്കര വെളിച്ചം. ഒന്നാമത് ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ കൂടെ ഈ പെട്ടെന്ന് വിജയകൃഷ്ണൻ വെളിച്ചം താഴ്ത്തി. സോറി. ആ, സാരമില്ല. ഇവിടെ പുതിയ ആളാ? അതെ. എവിടുന്നാ? ഏലൂര്. ആ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. തന്നെ നല്ല മുഖപരിചയം തോന്നുന്നുണ്ട്. ഞാനിവിടെ ആദ്യമാണ്. ആർക്ക് വേണ്ടിയാ വന്നത്? അച്ഛന്. മരിച്ചിട്ട് എത്രയായി? 2.5 വർഷം കഴിഞ്ഞു. അച്ഛൻ്റെ പേരെന്താ? കൃഷ്ണൻ. ഏലൂര് കൃഷി ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന? അതെ. കൃഷ്ണ സാറിൻ്റെ മോനാണ് അല്ലേ? അച്ഛനെ അറിയോ? പിന്നെ അറിയാം. അതല്ലേ സ്ഥലപ്പേര് കേട്ടപ്പോൾ ഒരു പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്താ? മാധവൻ. കുറേ നേരമായോ വന്നിട്ട്? ആ, കുറച്ച് നേരമായി. കുറേ ദൂരം ഡ്രൈവ് ചെയ്യാനുള്ളതുകൊണ്ട് നേരത്തെ പുറപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ ആരുമില്ല. ശാന്തിക്കാരൻ പറഞ്ഞു 3 മണിക്ക് ശേഷം കർമ്മങ്ങൾ ആരംഭിക്കുമെന്ന്. അവിടെ ഇരുന്ന് മടുത്തപ്പോൾ ഇങ്ങോട്ട് പോന്നു. കാഴ്ചയൊക്കെ കാണാമല്ലോ. ആ, ഇവിടെ സാധാരണ അങ്ങനെ ആൾക്കാർ വരാറില്ല. ചേട്ടൻ എന്നാ ഇവിടെ തനിച്ചു വന്നിരിക്കുന്നത്? താൻ എന്തിനാ ഇവിടെ തനിച്ചു വന്നത്? ഏ ഞാൻ തനിച്ചല്ല, എൻ്റെ മോനുമുണ്ട്. അവനാ ഈ ബലിതർപ്പണത്തിനൊക്കെ സഹായിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവനും സുബ്രഹ്മണ്യനും. കുറച്ചു നേരം ഉറങ്ങാനായി പോയതാ. ഇവിടെ അലങ്കാര പണികളൊക്കെ ആയിരുന്നു. ആൽത്തറയിലുണ്ടാവും. ഓ, ഞാൻ കണ്ടിരുന്നു ഒരു പയ്യനെ. ആ, അത് തന്നെ, അവനാ. മാധവൻ തറയിൽ നിന്നും ചെറിയ ചരൽക്കല്ലുകൾ വാരിയെടുത്തു. അത് ഓരോന്നായി പുഴയിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. ഇതിനൊക്കെ എന്തിനാ ഈ കൊച്ചുകുട്ടികളെയൊക്കെ? എന്താ പറഞ്ഞേ? കേട്ടില്ല. ഇതിനൊക്കെ? ഏതിന്? അല്ല, ബലിയിടുന്നതിൻ്റെയൊക്കെ പരികർമ്മിയായി ഈ കുട്ടികളെയൊക്കെ. എന്താ കുഴപ്പം? കൊച്ചുകുട്ടിയല്ലേ. ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ശീലിപ്പിക്കണോ? ആ, അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ ശീലിച്ചതാ. എൻ്റെ അച്ഛന് ഞാൻ ബലിയിടാൻ വരുമ്പോഴൊക്കെ അവനും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസമായി. ഈ വിശ്വാസത്തിന് എന്താ കുഴപ്പം? ഇതൊരു പുണ്യപ്രവൃത്തിയല്ലേ. നിങ്ങൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലല്ലേ? ശരിയാ, സത്യം പറയാലോ. ആ, പേരെന്താ? മാധവൻ. ആ, മാധവൻ ചേട്ടാ. എനിക്ക് ഈ മണ്ടത്തരത്തിലൊന്നും വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാ വന്നത്? അമ്മയുടെ നിർബന്ധം, അതുകൊണ്ട് വന്നു. അല്ലെങ്കിൽ ഈ പട്ടിക്കാട്ടിലേക്ക് ഞാൻ വരേണ്ട കാര്യമുണ്ടോ? അടുത്ത എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പോയാൽ പോരെ. മാത്രമല്ല, മരിച്ചവരുടെ പേരിൽ എന്തിനാ ഇങ്ങനെ ഒരു ആചാരം? അത് ഇത്തിരി ഓവറല്ലേ. കാലം എത്ര പുരോഗമിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ വീട് വയ്ക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോഴാ ഇവിടെ ഉരുള ഉരുട്ടി കാക്കയെ വിളി. ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? അതിനായിട്ട് ഒരു ദിവസം മുഴുവൻ പട്ടിണിക്കിരുന്ന് തണുപ്പത്ത് വെള്ളത്തിൽ മുങ്ങി ഉരുള ഉരുട്ടി എള്ളും കൂട്ടി വെള്ളത്തിൽ കലക്കി വല്ല കാര്യമുണ്ടോ? ശരിക്കും ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. തനിക്ക് നല്ല യുക്തിബോധമാണല്ലോ. യുക്തിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാം യുക്തി ഉപയോഗിച്ച് തെളിയിക്കാൻ കഴിയുമോ? കഴിയുമല്ലോ, അതിനല്ലേ ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ജീവൻ പോകുന്നത് എപ്പോഴാണെന്ന് കൃത്യമായി പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഒരാൾ മരിച്ചുവെന്ന് എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അത് ഹാർട്ട് ബീറ്റ് നിൽക്കും. ഓഹോ, അങ്ങനെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ച എത്രയോ ആളുകൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ
ആ ശാസ്ത്രീയ മാർഗം ശരിയാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? ശാസ്ത്രവും ഒരു വിശ്വാസമാണ്. സംശയിക്കാൻ സാധ്യതയില്ലാത്ത എന്ത് ശാസ്ത്രമാണ് ലോകത്തിലുള്ളത്? മുന്നേ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് തെറ്റാണെന്ന് തെളിയാറില്ലേ? അപ്പോ ആദ്യം പറഞ്ഞ ശാസ്ത്രമാണോ ശരി, ഇപ്പൊ പറഞ്ഞതാണോ ശരി എന്നെങ്ങനെ ഉറപ്പിക്കും? നാളെ ഇത് വീണ്ടും മാറ്റി പറയില്ലെന്ന് ആരറിഞ്ഞു? അപ്പോ ശാസ്ത്രത്തിൽ ചേട്ടന് വിശ്വാസമില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുപോലൊരു വിശ്വാസമാണ് ഇത്. തനിക്ക് ശാസ്ത്രത്തെ വിശ്വസിക്കാം, എനിക്ക് ഇതിലും. വിജയകൃഷ്ണൻ അതിശയത്തോടെ മാധവനെ നോക്കി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. എങ്കിലൊന്ന് പറഞ്ഞു തരാമോ, ശരിക്കും എന്തിനാണ് ഈ കലാപരിപാടി? ഈ കറുത്തവാവിന്റെ പ്രത്യേകത എന്താ? അയാൾ വീണ്ടും തറയിൽ നിന്നും ഒരു പിടി ചരൽ വാരി അത് വലത് കൈയിൽ നിന്നും ഇടത് കൈയിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഈ ചോദ്യം അറിയാൻ വേണ്ടി തന്നെയാണോ? തീർച്ചയായും. എന്നാ വാ, ഇരിക്കെ. വിജയകൃഷ്ണൻ ആകാംക്ഷയോടെ അയാൾക്കൊപ്പം പടവിലിരുന്നു. തനിക്ക് പേടിയുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് കേട്ട് പേടിക്കരുത്. ഇല്ലെന്നേ. ഇന്ന് വാവാണ്, കർക്കിടകത്തിലെ കറുത്ത വാവ്. ഈ സമയം പിതൃലോകത്ത് ഉറക്കത്തിലാണ്ടിരിക്കുന്നവർ ഉണരുന്ന സമയമാണ്. ആ വലിയ കവാടം തുറന്ന് ആത്മാക്കൾ കാകരൂപത്തിൽ ഭൂമിയിലേക്ക് പറന്നു വരും, ബന്ധുക്കളെ തേടി. ഇന്ന് അവരുടെ ദിവസമാണ്. വിശ്വാസപ്രകാരം അവരുടെ ഒരു ദിവസമാണ് നമ്മുടെ ഒരു വർഷം. അവർക്ക് അന്നം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ ബലിച്ചോറ്. നമ്മളിവിടെ ബലിതർപ്പണം നടത്തുമ്പോൾ പിതൃക്കൾക്ക് അവരുടെ ലോകത്തിൽ ആഹാരം ലഭിക്കുന്നു എന്നതാണ് വിശ്വാസം. അത് നമ്മുടെ അച്ഛനും ബന്ധുക്കൾക്കും മാത്രമല്ല, പരമ്പരകൾക്ക് മുഴുവൻ. ഒരു മകൻ അച്ഛന് തർപ്പണം നടത്തുമ്പോൾ അച്ഛൻ്റെ പരമ്പരയിലും അമ്മയുടെ പരമ്പരയിലും ഉൾപ്പെട്ട എല്ലാ പിതൃക്കൾക്കും ഭക്ഷണം കിട്ടും. അതാണ് ഈ വിശ്വാസത്തിന് പിന്നിൽ. ഇതിലെന്താ ഇത്ര പേടിക്കാൻ? അവർ ആഹാരം തേടി കാത്തു നിൽക്കുമ്പോൾ കിട്ടാതെ വന്നാൽ അവർക്ക് സങ്കടമാവില്ലേ? അത് ശാപമായി നമ്മുടെ പരമ്പരകളെ ബാധിക്കും എന്നതാണ് വിശ്വാസം. അതുകൊണ്ടാണ് ബലിതർപ്പണം ഒഴിവാക്കരുത് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ, ഈ പിതൃക്കളുടെ ഭക്ഷണത്തിന് ബില്ല് നമ്മൾ കൊടുക്കണം, അല്ലേ? നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഊണില്ല. അങ്ങനെയും പറയാം. നീ ബില്ല് കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ആലോചിച്ച് നോക്കി, നിന്റെ അച്ഛൻ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്നത്. നമുക്ക് മുമ്പേ പോയവരുണ്ട്. അവരെ ബഹുമാനിക്കുന്നതാണ് ഈ ചടങ്ങ്. പലരും ഇതിനെ ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ പരിഹാസം ഭയന്ന് ഇതൊന്നും ചിലർ ചെയ്യാറില്ല. മരിച്ചുപോയെങ്കിലും ഭൂമിയുമായി അവർക്കുള്ള ഏക ബന്ധം നമ്മൾ മാത്രമാണ്. അവർക്ക് വേണ്ടി ഒരു നേരം പട്ടിണിയിരിക്കുമ്പോൾ നമുക്കും വിശപ്പിൻ്റെ വില മനസ്സിലാകില്ലേ? ഇത് നമുക്ക് മുമ്പേ പോയവർക്കുള്ള നമ്മുടെ സ്നേഹ സമർപ്പണമാണ്. ഇന്ന് അവർ ഉണരുന്ന ദിവസം, നമ്മളെ കാണാൻ അവരെത്തുന്ന ദിവസം. ഒരു വിശ്വാസമാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെന്ന് കയറേണ്ട ലോകവുമായി ഒരു ബന്ധമുള്ളത് നല്ലതല്ലേ? വിജയകൃഷ്ണൻ കുറച്ചു നേരത്തേക്ക് മിണ്ടിയില്ല. ദാ ഇവിടെ നിന്റെ അച്ഛൻ കൃഷ്ണേട്ടൻ നിൽപ്പുണ്ട്. നീ കാണുന്നുണ്ടോ? നടുക്കത്തോടെ അയാൾ തിരിഞ്ഞു നോക്കി. നിനക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പേടിച്ചില്ലേ? സംശയത്തോടെ അയാൾ പുറകോട്ട് ആഞ്ഞിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. ചേട്ടൻ പ്രേതമാണോ? നീ പേടിച്ചു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കരുതെന്ന്. ഞാൻ മരിച്ചാലല്ലേ പ്രേതമാകുള്ളൂ. ഞാൻ മരിച്ചിട്ടില്ല. നമ്മളാരും മരിക്കുന്നില്ല. പഴയ ഉടുപ്പ് മാറുന്ന പോലെ ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു.
അങ്ങനെയുമുണ്ട് വേറൊരു വിശ്വാസം. താൻ അമ്മയുടെ നിർബന്ധത്തിനല്ല തർപ്പണം ചെയ്യേണ്ടത്. മനസ്സോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ അച്ഛന് തർപ്പണം ചെയ്യണം. അപ്പോൾ എല്ലാം ശരിയാവും. നമ്മൾ കണ്ടിട്ടില്ലാത്തതൊന്നും ഇല്ലെന്ന് പറയരുത്. ഈ ലോകത്ത് ജീവനെ കണ്ടിട്ടുള്ളവർ ആരുമില്ല. മരിച്ചുപോയി എന്ന് കേട്ടിട്ടില്ലേ? ഏ എന്താണ് പോയത്? അത് ജീവൻ പോയി അല്ലേ? അപ്പോൾ എന്തോ പോയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാത്ത കാലം വരെ ഞാനിത് വിശ്വസിക്കും. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ഈ കർമ്മം ചെയ്താൽ അമ്മയുടെ കാലശേഷം നീ ഇത് അവസാനിപ്പിക്കും. പാടില്ല. അറിവില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചറിയണം. അതൊരിക്കലും അന്ധവിശ്വാസമല്ല. ലോകത്തെ പഴയ നിർമ്മിതികൾ കേട്ടിട്ടില്ലേ? നീ പറയുന്ന ഈ ശാസ്ത്രത്തിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിരുന്നവയാണ് അത്. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ. ഈ കാലഘട്ടത്തിൽ അത്തരമൊരു സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? അവരും ശാസ്ത്രജ്ഞരായിരുന്നു. അതുകൊണ്ടാണ് അത് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മളെക്കാൾ അറിവുള്ളവർ ഇവിടെ ജീവിച്ചിരുന്നു. അതിന് തെളിവാണ് ഇന്നും ഉത്തരം കിട്ടാത്ത പല നിർമ്മിതികളും. ജീവിച്ചിരുന്നപ്പോൾ നിന്റെ അച്ഛൻ നിന്നോട് കാണിച്ച സ്നേഹം അതെന്നും നിലനിൽക്കില്ലേ? അതോ അദ്ദേഹം മരിച്ച ശേഷം ആ സ്നേഹം ഇല്ലാതാവുമോ? വിജയകൃഷ്ണൻ തലകുനിച്ചു നിന്നു. എന്തേ, ഇല്ലാതായോ? ഏയ്, ഉണ്ട്. എനിക്ക് അച്ഛനോട് സ്നേഹമുണ്ട്. പിന്നെന്തിനാ അത് പ്രകടിപ്പിക്കാൻ ശാസ്ത്ര സത്യമൊക്കെ നോക്കുന്നു? നീ നിന്റെ അച്ഛനെ സ്നേഹിച്ചു എന്നുള്ളതിന് എന്താ തെളിവ്? പറയൂ. വിജയകൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, സ്നേഹം എന്നതിന് തെളിവൊന്നുമില്ല. സ്നേഹിച്ചു എന്നതിനും തെളിവില്ല. പക്ഷേ സ്നേഹം അനുഭവിച്ചത് സത്യമാണ്, അല്ലേ? മരണപ്പെട്ട ശേഷം ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ആ സ്നേഹം നീ മറന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആത്മാവിന് സന്തോഷമുണ്ടാകും. ആത്മാവിനും മരണമില്ലടോ. അത് ശരീരം ഉപേക്ഷിച്ച് പുറത്തു കടന്നു എന്ന് മാത്രം. നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. തെളിവ് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളുമുണ്ട്. നീ പറഞ്ഞൊരു കാര്യം സത്യമാണ്. ഇതിനെക്കുറിച്ച് അറിവില്ലാതെ, ഒന്നിനെക്കുറിച്ചും ധാരണയില്ലാതെ എല്ലാറ്റിനെയും തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നവർ നമ്മുടെ ഇടയിലുമുണ്ട്. അറിയാൻ ശ്രമിക്കുക. നമുക്കറിയാത്തതായി ഒരുപാടുണ്ട്. മരണത്തിലേക്ക് ശരീരം ഉപേക്ഷിച്ചു പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തെളിവില്ല. അച്ഛനോടും അമ്മയോടും ഉണ്ടാകേണ്ടത് ആത്മബന്ധമാണ്. അതായത് ആത്മാക്കൾ തമ്മിലുള്ള ബന്ധം. ശരീരമില്ലാതായാലും ആത്മാവ് നിലനിൽക്കും. അച്ഛനോട് സ്നേഹവും ബഹുമാനവും ആദരവും നമുക്ക് പ്രകടിപ്പിക്കാൻ മരണശേഷവും അവസരമുള്ളപ്പോൾ അതെന്തിനു വേണ്ടാന്ന് വെക്കണം? ഇനി വിശ്വാസം ഇല്ലെങ്കിൽ തനിക്ക് ഈ കർമ്മത്തെ ഒരു സ്നേഹപ്രകടനമായി കണ്ടൂടെ? അങ്ങനെ കണ്ടാൽ ആ കർമ്മത്തിൽ ആത്മാർത്ഥതയുണ്ടാകും. തലമുറകളിലൂടെ പകർന്നു വരുന്നതാണ് വിശ്വാസം. നിന്റെ അമ്മ നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതുപോലൊരു വിശ്വാസം കൊണ്ടാണ്. നിന്റെ തലമുറയും ആ വിശ്വാസം തന്നെ പിന്തുടരുക. ഇത് വരും തലമുറകളിലേക്ക് സ്നേഹത്തോടെ പകർന്നു കൊടുക്കാൻ കഴിയണം. നമ്മുടെ അച്ഛനെ, മുത്തശ്ശനെ വരെ നമുക്കറിയാം. അതിനു മുൻപുള്ള എത്രയോ തലമുറകൾ ഉണ്ടാകും. അവരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല എന്ന് വെച്ച് അവരില്ലാതാവോ? നിനക്ക് ശേഷം ഇനി എത്ര തലമുറകൾ ഉണ്ടാകും? നിന്റെ ഒരു 6 തലമുറയ്ക്ക് ശേഷം നീ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്ത് തെളിവാണ് അവശേഷിക്കുക? നീ ഒരാൾ ഉണ്ടായിരുന്നുവെന്ന് ആ തലമുറയിലെ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ തലമുറകളിലെ കണ്ണികളിൽ ഒരാളാണ് നീയും. നമുക്ക് മുന്നേ കടന്നുപോയ അറിഞ്ഞതും അറിയാത്തതുമായ തലമുറകൾക്കെല്ലാം ഒരു പിടി ചോറ് കൊടുക്കാൻ കിട്ടുന്ന അവസരം, അത്തരത്തിലുള്ള ഒരു വലിയ വിശ്വാസം, സ്നേഹം
അതെന്നും ഉണ്ടാകുമെന്ന വിശ്വാസം. അതൊക്കെയാണല്ലോ ജീവിതത്തിൽ ബാക്കി. വിജയകൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. നമ്മളോടൊപ്പം കഴിഞ്ഞ് നമ്മളെ സ്നേഹിച്ച് പരലോകത്ത് പോയവരെ ഓർക്കുന്ന ഈ പവിത്രമായ വിശ്വാസം ഒരിക്കലും അത് അന്ധവിശ്വാസമായി കൂട്ടിക്കെട്ടണ്ട. അത് പാടില്ല. കാരണം സ്നേഹത്തിന് ലോജിക്കില്ലടോ. യുക്തിക്കും അപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മരണം. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം. മരണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മരിക്കണം. സത്യം. ക്ഷേത്രത്തിലെ നിർമ്മാല്യത്തിനുള്ള സമയമായി. ഇപ്പൊ എന്റെ ചെക്കൻ വരും. വിജയകൃഷ്ണൻ തലയുയർത്തി കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിലേക്ക് നോക്കി. വഴിയിലൂടെ ധൃതിയിൽ ആലിൻ ചുവട്ടിൽ കിടന്നുറങ്ങിയ ആ പയ്യൻ നടന്നു വരുന്നുണ്ട്. ദാ ആ വരുന്നതാണ് എൻ്റെ മോൻ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവനോട് ചോദിക്കുക. ഇവന്റെ അമ്മ എവിടെ? അത് കേൾക്കാത്ത ഭാവത്തിൽ കയ്യിലിരുന്ന ബാക്കി ചരലുകൾ മുഴുവൻ മാധവൻ വെള്ളത്തിലേക്ക് എറിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ കണ്ണുനീരിന്റെ തിളക്കം. അവരുടെ അടുത്തേക്ക് നടന്നെത്തിയ കുട്ടിയെ നോക്കി വിജയകൃഷ്ണൻ പുഞ്ചിരിച്ചു. അവനും ഹൃദ്യമായി ചിരിച്ചു. കയ്യിലെ കവർ അയാൾക്ക് നേരെ നീട്ടി. ദാ ഇത് ചേട്ടൻ്റെ ആണോ? സുബ്രഹ്മണ്യൻ ചേട്ടൻ പറഞ്ഞു ഇത് വെച്ചിട്ട് ചേട്ടൻ ഇങ്ങോട്ട് പോന്നെന്ന്. തർപ്പണത്തിനുള്ള സമയമായി. വേഷം മാറി 3 തവണ മുങ്ങി ഈറനോടെ എൻ്റെ കൂടെ പോരൂ. അയാൾ മാധവന്റെ നേരെ നോക്കി. ചിരിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ മാധവൻ ആംഗ്യം കാട്ടി. എന്താ മോൻ്റെ പേര്? ഭരതൻ. അവരുടെ നടുവിലൂടെ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. അയാൾ ധൃതിയിൽ വേഷം മാറി. വെള്ളത്തിലേക്ക് ഇറങ്ങും മുമ്പ് അയാളൊന്ന് മടിച്ചു. പേടിക്കണ്ട, അധികം ആഴമില്ലാത്ത സ്ഥലമാ, മാധവൻ പറഞ്ഞു. വിജയകൃഷ്ണൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. മൂക്ക് പൊത്തി 3 തവണ മുങ്ങി നിവർന്നു. മെല്ലെ പടവുകൾ കയറി. ഒപ്പം ഭരതനും. മുന്നോട്ട് നടക്കവേ അയാൾ ചോദിച്ചു, മോനെന്തിനാ മുങ്ങിയത്? ബലിയിടാൻ. അയാൾ മാധവന്റെ നേരെ തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ആർക്ക്? അച്ഛന്. വിജയകൃഷ്ണന്റെ പെരുവിരലിൽ നിന്നും ഒരു തരിപ്പ് അരിച്ചു കയറി. ഭയത്തോടെ അയാൾ തിരിഞ്ഞു നോക്കി. മാധവൻ നിന്നിടത്തു നിന്നും നേർത്ത ഒരു പുകമഞ്ഞ് അലിഞ്ഞില്ലാതാകുന്നത് അയാൾ കണ്ടു. ഇടത് കാൽമുട്ട് തറയിലൂന്നി പവിത്രക്കെട്ട് ധരിച്ച് ഭരതനൊപ്പം എള്ളും പൂവും ചന്ദനവും ചേർത്ത് ഉരുള വയ്ക്കുമ്പോൾ അയാളുടെ കണ്ണുനീർത്തുള്ളിയും അതിനൊപ്പം ഉണ്ടായിരുന്നു. ഭരതനോട് യാത്ര പറഞ്ഞു. ദക്ഷിണ നൽകി അവന്റെ ശിരസിൽ തലോടിയപ്പോൾ അയാളെ നോക്കി അവൻ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. തൊഴുത് കുന്നിറങ്ങുമ്പോൾ ശാന്തമായിരുന്നു അയാളുടെ മനസ്സ്. മടക്കയാത്രയിൽ അയാൾ മനസ്സിൽ ഉറപ്പിച്ചു, ഇനിയും താൻ വരും അമ്മയോടൊപ്പം, തനിക്ക് മുൻപേ പോയവർക്ക് ശ്രാദ്ധമൂട്ടാൻ.